പത്തനംതിട്ടയിൽ ഇടതുമുന്നണി നേരിട്ടത് ശബരിമല പ്രക്ഷോഭകാലത്തെ തിരഞ്ഞെടുപ്പിലേറ്റതിനേക്കാൾ കനത്ത തിരിച്ചടിയാണ്. 2019 ഇടതിനൊപ്പം നിന്ന അടൂരും ഇക്കുറി മുന്നണിയെ കൈവിട്ടു. UDFന് നേരിയ ഭൂരിപക്ഷം മാത്രം കരുതപ്പെട്ടിരുന്ന മണ്ഡലത്തിൽ ആന്റണി നേടിയത് 66,119 വോട്ടുകളുടെ ലീഡാണ്. മികച്ച സ്ഥാനാർത്ഥി, അച്ചടക്കത്തോടെയുള്ള സംഘടനാ പ്രവർത്തനം, 10,000-ന്റെ ഭൂരിപക്ഷം. തോമസ് ഐസക്കിൽ പാർട്ടിയും ഇടതുപക്ഷവും കണക്ക് കൂട്ടിയതിങ്ങനെ. എന്നാൽ വോട്ടെണ്ണലിൽ എവിടെയും ലീഡിലെത്താനാകാതെ കനത്ത പരാജയമാണ് മുൻ ധനമന്ത്രിക്കേറ്റത്. പാർട്ടി യോഗങ്ങളിൽ നേതാക്കൾ നിരത്തിയ കണക്കുകൾ അത്രയും ഏറ്റുവെച്ചതും പൊള്ളയുമായിരുന്നുവെന്നുകൂടി ഫലം അടിവരയിടുന്നുണ്ട്. പ്രചാരണ വേളയിൽ ജില്ലാ നേതാക്കൾ പാർട്ടി ഓഫീസിനുള്ളിൽ കോർത്തതിന് കാരണം ആശയപരമായ ഭിന്നതയായിരുന്നില്ലെന്നുകൂടി പരാജയം സൂചിപ്പിക്കുന്നു. 2019 താരതമ്യം ചെയ്യുമ്പോൾ ആകെ പോൾ ചെയ്ത വോട്ടിൽ 1.15 ലക്ഷത്തിന്റെ കുറവുണ്ട്. അക്കാലവുമായി ചേർത്ത് വയ്ക്കുമ്പോൾ 35,000 വോട്ടുകളുടെ കുറവ് ഇടതുപക്ഷത്ത് മാത്രമായി കാണാൻ കഴിയും. അപ്പോൾ ഈ തോൽവി തികച്ചും അപ്രതീക്ഷിതമാണ്. അതുകൊണ്ട് വിശദമായിട്ടുള്ള പരിശോധന നടത്തി അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിച്ച് തിരുത്തുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുൻകൈയെടുക്കും. ഇവിടെ ആരും ഇത് കണ്ടിട്ട് അസ്തപ്രജ്ഞരായിട്ടൊന്നും പോകാൻ പോണില്ല. തുടർച്ചയായ 4ാം തവണയും ആന്റണി വിജയിക്കുമ്പോൾ വരും തിരഞ്ഞെടുപ്പുകളെ നേരിടാനുള്ള കരുത്തുകൂടി അത് UDFന് പകരുന്നുണ്ട്. വിജയം അത് ഉറപ്പിച്ചത് തന്നെയായിരുന്നു. എന്നാൽ ഭൂരിപക്ഷത്തിൽ ആന്റണി സർവരെയും ഞെട്ടിച്ചു. ഏറിപ്പോയാൽ 25,000 എന്നതാണ് കോൺഗ്രസ് നേതൃത്വം പോലും കണക്കാക്കിയതെങ്കിൽ 2014 സ്വന്തം ഭൂരിപക്ഷത്തെ തന്നെ മറികടന്ന മുന്നേറ്റമാണ് ഇക്കുറി അദ്ദേഹം കാഴ്ചവെച്ചത്. ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ, കൃഷിക്കാർ, തൊഴിലാളികൾ, പാവപ്പെട്ടവർ, അവരാണ് ഈ തെരഞ്ഞെടുപ്പിൽ കയ്യും മെയ്യും മറന്ന് ഞങ്ങളെ സഹായിച്ചത്. അവരോടുള്ള പ്രത്യേകമായ നന്ദി ഞാൻ അറിയിക്കട്ടെ. ശബരിമല പ്രക്ഷോഭകാലം പിന്നിട്ട് വന്ന തെരഞ്ഞെടുപ്പിൽ NDAക്ക് കിട്ടിയ വോട്ടുകൾ നിലനിർത്താനായില്ല എങ്കിലും ഭേദപ്പെട്ട പ്രകടനം തന്നെയാണ് അനിൽ ആന്റണി കാഴ്ചവെച്ചത്. ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.